ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ജനങ്ങൾ ദുരിതത്തുരുത്തിൽ കഴിയുന്ന പല പ്രദേശങ്ങളെയും ഫോർ ദ പീപ്പിൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല നിയമസഭാ നിയോജക മണ്ഡലത്തിൽപ്പെട്ട അമ്പൂരി നിവാസികളുടെ ദുരിതകഥയാണ് ഇന്ന് പറയുന്നത്. അട്ടപ്പാടി ആദിവാസി മേഖലയിലെ ജീവിത പ്രശ്നങ്ങൾ, ജലസമാധി അണഞ്ഞുകൊണ്ടിരിക്കുന്നതായി പറയപ്പെടുന്ന മൺട്രോ തുരുത്ത്, വികസനം എത്തിനോക്കിയിട്ടില്ലാത്ത റോസ്മല എന്നിവയായിരുന്നു ഫോർ ദ പീപ്പിൾ ചൂണ്ടിക്കാട്ടിയ ദുരിതത്തിൽ ഒറ്റപ്പെടുന്ന ജനവാസ മേഖലകൾ. ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന അവഗണനയുടെ മറ്റൊരു തുരുത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശമായ അമ്പൂരി. ഗതാഗതം, വൈദ്യുതി, കുടിവെള്ളം തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഈ ദുരിതഭൂമിയിൽ കാലങ്ങളായി മാറി മാറി വന്ന സർക്കാരുകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓരോ തവണയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ അവഗണനയുടെ പേരിൽ നിലവിലുള്ള സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ വിഭാഗം വോട്ട് ചോദിക്കാറ്. വാനോളം പ്രതീക്ഷ നൽകി വോട്ട് വാങ്ങിയ ശേഷവും അമ്പൂരി നിവാസികളെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റുന്ന കാര്യം സർക്കാരിന്റെ പദ്ധതികളിൽ ഇടം പിടിക്കാറില്ല. ഇത്തവണ അമ്പൂരിയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു പ്രതീകാത്മക പ്രതിഷേധം നടത്തി. കാടും മലയും നദിയും കടന്നുവന്ന് വോട്ട് ചെയ്ത അമ്പൂരി നിവാസികളുടെ ഈ പ്രതിഷേധം അനുഭവിക്കുന്ന ദുരിതങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നന്നേ കുറവായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ അമ്പൂരിയിൽ പോയി ഈ ദുരിത കാഴ്ചകൾ നേരിട്ടു കാണണം. തലസ്ഥാന ജില്ലയുടെ തെക്കുകിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അമ്പൂരിയിൽ 10,000-ൽ താഴെ മാത്രമാണ് ജനസംഖ്യ. റബ്ബർ കൃഷിക്ക് പേരുകേട്ട ഇവിടുത്തെ മലനിരകളിൽ രുദ്രാക്ഷവും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. പാറശാല നിയോജക മണ്ഡലത്തിൽപ്പെട്ട സെറ്റിൽമെന്റുകളിൽ കണ്ടംതിട്ട, കുറിച്ചി, അമ്പൂരി ടൗൺ എന്നിവിടങ്ങളിലെ കുടിവെള്ള പ്രശ്നം കാലങ്ങളായി പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. എല്ലാ വേനലിലും കണ്ടംതിട്ടയിലെ ഗ്രാനൈറ്റ് കമ്പനി ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചിരുന്നു. നെയ്യാർ ജലസംഭരണിയിൽ നിന്നുള്ള വെള്ളമാണ് ഇത്തരത്തിൽ എത്തിച്ചിരുന്നത്. മുൻ MLA-യുടെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ കുടിവെള്ള പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഈ പ്രവർത്തനം നടന്നിരുന്നത്. എന്നാൽ പെരിയാർ ജലസംഭരണിയിൽ നിന്ന് ജലം എടുക്കുന്നതിന് വിലക്ക് വന്നതോടെ ഈ സംവിധാനവും നിലച്ചു. വിലക്ക് മാറ്റുന്നതിനായി MLA-യുടെ ഇടപെടൽ കാര്യമായി ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. നമുക്കിവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ വാർഡിനെ സംബന്ധിച്ച് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഊറ്റുറവയുള്ള സ്ഥലമുള്ളൂ. പക്ഷേ അവിടെ നിന്ന് മറ്റുള്ളവർക്ക് വെള്ളം എത്തിക്കാനുള്ള മാർഗങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് എത്തണം. ബാക്കി സ്ഥലങ്ങൾ, കുന്നത്തുമല പോലെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഈ ബൗണ്ടർമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ കടന്നു പോകുന്ന വീടുകളിലൊന്നും തന്നെ വെള്ളം കിട്ടുന്നില്ല. അവർക്ക് ഒരു പാത്രം വെള്ളം എടുത്തിട്ട് കുടിക്കാൻ പോലും ഈ വേനക്ക് തിളപ്പിക്കാനായിട്ട് ഉണ്ടായ അവസ്ഥ കുറവാണ്. 3 കുടിവെള്ള പദ്ധതി ഇവിടെ 3 കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും അതൊക്കെ കാരണം അന്ന് കുറച്ച് ദിവസം പ്രവർത്തിക്കുകയും പിന്നെ ആ മോട്ടർ ഒരു ചുരുക്കം കുറച്ച് ദിവസം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. അത് കുടിവെള്ള നടപ്പില കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ് ചുരുക്കം ദിവസങ്ങൾ മാത്രം പ്രവർത്തിക്കുകയും പിന്നെ അത് ഉപയോഗശൂന്യമായി പോവുകയും കിടക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു 3 കുടിവെള്ള പദ്ധതി ഉണ്ട്. പൊരിമല കുടിവെള്ള പദ്ധതി, കാരിക്കുഴി കുടിവെള്ള പദ്ധതി, ചാക്കാപ്പാറ കുടിവെള്ള പദ്ധതി. ഇതൊന്നും പ്രവർത്തനമല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മോട്ടർ കംപ്ലൈൻ്റ് ആകുകയും പിന്നെ അതാരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവച്ച കുടിവെള്ള പദ്ധതികളാണ്. ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുകളുള്ള ഒരു പ്രദേശമാണ് അമ്പൂരി കള്ളിക്കാട് പഞ്ചായത്ത്. 6-7 ചെറുപ്പണകൾ, ജലസംഭരണികൾ, നെയ്യാർ ഡാം, ഇത്രയും ജലസംഭരണിയുള്ള ഒരു പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ആയിരക്കണക്കിന് വീട്ടമ്മമാരെ ഞാൻ കാണാനുണ്ടാവും. അങ്ങ് ആറുകാണി മുതൽ ഏകദേശം വാഴച്ചിറ വരെ ഞാൻ വരുമ്പോൾ ഒരു 16 സ്ഥലങ്ങളിലായി 100 കണക്കിന് വീട്ടമ്മമാരാണ് പാത്രങ്ങളുമായി റോഡിൻ്റെ ഇരുവക്കിലുമായി കൊണ്ടുവച്ച് 3.5 മണിക്കൂർ 4 മണിക്കൂർ കാത്തിരിക്കുകയാണ്. മഴയ്ക്ക് വേണ്ടി വേഴാമ്പൽ കാത്തിരിക്കുന്നതുപോലെ. ചെറിയ പ്രോജക്റ്റുകളായാലും വലിയ പ്രോജക്റ്റ് തന്നെ വേണമെന്നില്ല, ചെറിയ പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ചായാലും ജലസംഭരണിയിൽ നിന്ന് വെള്ളം സംഭരിച്ച് ടാങ്കുകൾ നിർമ്മിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ് മൗലികമായിട്ടുള്ള കടമയാണ്. ഗവൺമെൻറ് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ആ കാര്യത്തിൽ ഞാൻ ചെലുത്തും. ഇറിഗേഷൻ വകുപ്പിന് കീഴിൽ 25 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ ചെയ്ത അമ്പൂരി ഗ്രാമപഞ്ചായത്ത് വക കുളത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവും നിലച്ചിരിക്കുകയാണ്. കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതാണ് ഈ പദ്ധതി നിലയ്ക്കാൻ കാരണം. കുളത്തിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചെളി മുഴുവൻ നീക്കം ചെയ്യണമെന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഒപ്പം കുളത്തിന്റെ വിസ്തീർണം അളന്ന് തിട്ടപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സ്വീകാര്യമല്ലാത്തതിനാലാണ് കരാറുകാരൻ പണി പാതി വഴിയിൽ നിർത്തിപ്പോയതെന്നാണ് അറിയുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിച്ച് കുളം പുനരുദ്ധരിക്കാൻ ഇറിഗേഷൻ വകുപ്പ് തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ് ഈ കുളം. കടകളിൽ നിന്നുള്ള മാലിന്യവും മഴക്കാലത്ത് ഓടകളിൽ നിന്നുള്ള മലിനജലവും വന്നിറങ്ങുന്നത് അമ്പൂരി കുളത്തിലാണ്. വർഷാവർഷം കുളത്തിലെ ചെളി കോരുന്നതിനായി 2 ലക്ഷം രൂപ വരെ ഗ്രാമപഞ്ചായത്ത് നീക്കിവെക്കാറുണ്ട്. 1969-ൽ ആരംഭിച്ച ഈ കുടിവെള്ള പദ്ധതി ഇന്ന് നോക്കുകുത്തിയായിരിക്കുകയാണ്.
പമ്പ് ഹൗസിന് സമീപം 85 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 2 ലക്ഷം ലിറ്റർ വെള്ളം ശേഖരിക്കുവാൻ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചത് മിച്ചം. ഏകദേശം 300ഓളം പൊതുടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 4000ഓളം വീടുകളിൽ വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ വെള്ളം മാത്രം ഇല്ല. കുളത്തിൻ്റെ കേസ് തന്നെ ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അതൊന്നും വൃത്തിയാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. ഒരിക്കൽ കോൺട്രാക്ട് കൊടുത്ത് 10-25 ലക്ഷം രൂപ എന്തോ കോൺട്രാക്ട് കൊടുത്തു. ആ കോൺട്രാക്ട് വന്ന് ചെളിയുടെ പുറത്ത് കുറച്ച് കോൺക്രീറ്റ് ഇട്ടു. എന്നാൽ പൊതുജനങ്ങൾ ഇടപെട്ടു, തടഞ്ഞു. അതോടുകൂടി അതങ്ങ് പോയി. അതിനിടയ്ക്ക് മെറ്റൽ ഇതാ കിടക്കുന്നു. അത് കോരാൻ വന്നപ്പോഴത്തേക്ക് അത് ഞാൻ തന്നെ ഇവിടെ ഒന്ന് പറഞ്ഞത് കോരണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടു. അത് അവിടെ കിടപ്പായി. ആ കുളം അങ്ങനെ കിടക്കുന്നു. ഇത് അമ്പൂരി ഗ്രാമപഞ്ചായത്തിൻ്റെ തലക്കുളമാണ്. ഈ കുളം ഇവിടെ നിന്ന് നികത്തിപ്പെട്ടു പോയാൽ ഈ അമ്പൂരി ഗ്രാമപഞ്ചായത്തിനകത്ത് വെള്ളത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് നികത്തണം എന്ന് ആവശ്യപ്പെട്ടാലും ഞങ്ങളത് നികത്തരുത് എന്ന് കിടന്ന് കാല് പിടിക്കണം അധികാരികളെടുത്ത്. പക്ഷേ അധികൃതർ കണ്ണ് തുറക്കുന്നില്ല. ആരോഗ്യരംഗത്തും അമ്പൂരിക്കാരുടെ ദുരിതം ചില്ലറയല്ല. ആവശ്യത്തിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് സ്റ്റാഫുകളെയും നിയമിക്കാത്തതാണ് ആരോഗ്യമേഖലയിലെ ദുരിതത്തിന് കാരണം. ആദിവാസി ഊരുകളോട് ചേർന്നുള്ള സെറ്റിൽമെൻറ്റ് കോളനികളിൽ ഡോക്ടർമാരുടെ സേവനം പലപ്പോഴും ലഭ്യമല്ല. ആദിവാസി മേഖലയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രസവ വാർഡിനായി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് 2 വർഷത്തോടടുത്തിട്ടും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇവിടെ അമ്പൂരി പഞ്ചായത്തിൽ തീർച്ചയായും നമ്മുടെ സെറ്റിൽമെൻറ്റ് കോളനി അവിടെ 1200 ആൾക്കാർ വരെ അവിടെ താമസമുണ്ട്. അവർക്കൊരു പനിയോ എന്തെങ്കിലും സംഭവിച്ചാൽ അവരവിടെ നിന്ന് എടുത്ത് വള്ളത്തിൽ ഇക്കരെ കൊണ്ടുവരുമ്പോൾ തന്നെ എന്തും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ അമ്പൂരി ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളും ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് സെൻറ്റർ അവിടെ പുതിയതായിട്ട് ഒരു ഡോക്ടറെ കൊണ്ടുവന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി സെൻ്ററുണ്ട്. ഈ സെൻറ്ററിൽ എല്ലാ മാസങ്ങളിലും ഡോക്ടർ ഇവിടെ വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് എത്താൻ പറ്റുന്ന രോഗികൾ ഇവിടെ വന്നിട്ട് പിന്നെ മരുന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു PHC സിസ്റ്ററിനെ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർ എല്ലാ മേഖലകളിലും എത്തുന്നുണ്ട്. പിന്നെ ആശാ വർക്കർ ഇവർക്കൊക്കെ പിന്നെ അത്രയിടം പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ വഴി കൂടെയൊക്കെ ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റുന്ന കാര്യമല്ല. മൃഗങ്ങളൊക്കെ കാട്ടുപന്നിയുടെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ അതൊക്കെ തൃണവൽക്കരിച്ച് കുറച്ചൊക്കെ അവർ മാറ്റം വരുത്തുന്നുണ്ട്. എന്നാലും ചികിത്സാ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. മാലിന്യ കൂമ്പാരമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. പഞ്ചായത്തിനെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കുന്നത് മാലിന്യ പ്രശ്നമാണ്. 8 ലക്ഷം രൂപ ചെലവാക്കി മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കിയിട്ട് 7 വർഷം പിന്നിട്ടിട്ടും പ്രയോഗത്തിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആകെയുള്ള ഒരംഗനവാടിയിൽ കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ മടിക്കുന്നു. കാരണം അംഗനവാടിക്ക് ചുറ്റും വന്നടിയുന്ന മലിനജല കെട്ടിന് പരിഹാരം വേണമെന്ന ആവശ്യത്തിനോട് അധികൃതർ കാട്ടുന്ന നിസ്സംഗമായ സമീപനം കുട്ടികളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു. അംഗൻവാടിയിൽ പിന്നെ 10-14 പിള്ളേർ വരുന്നുണ്ട്. മിക്കവാറും 12-10 പിള്ളേർ ശരാശരി 8-7 വരും. പക്ഷേ ഈ മഴക്കാലം ആയപ്പോഴത്തേക്ക് പിള്ളേർ തീരെ വരുന്നില്ല. കാരണം വെച്ചാൽ ഈ പിള്ളേരെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത ശേഷം നമ്മൾ ഉറക്കാൻ കിടത്തും. കിടന്ന് പിള്ളേരുടെ ശരീരത്തെ ദേഹത്തെല്ലാം കൊതുക് കടിച്ച് പാടുകളാകുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനി. അത് കാലാവസ്ഥയുടെ ആണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ ഈ കൊതുക് കടിച്ചിട്ടാണെന്ന് മാതാപിതാക്കന്മാർ പറയുന്നു. അതുകൊണ്ട് അവർ കുട്ടികളെ വിടാൻ മടിക്കുന്നുണ്ട്. ഇപ്പം തീർത്തും കുട്ടികൾ സ്കൂൾ അവധി ആയതുകൊണ്ടും അല്ലാതെ ഈ മഴക്കാലം ആയതുകൊണ്ട് കൊതുകിൻ്റെ ശല്യമാണെന്ന് നമുക്ക് കിട്ടുന്ന പരാതി. അങ്ങനെ പിള്ളേരിപ്പം തീരെ വരുന്നില്ല. ഈ അംഗൻവാടിയുടെ പരിസരത്ത് മലിനജലം കെട്ടിക്കിടന്ന് കുറേ നാളുകളായി. ഇവിടെ ഈ കെട്ടിടം പണിതപ്പോൾ ഉണ്ടായ മലിനജലം അത് കെട്ടിക്കിടന്ന് ഭയങ്കര കൊതുക് അതിൽ നിന്ന് വരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ വിടാൻ അവർ മടിക്കുന്നു. അമ്പൂരി പഞ്ചായത്തിനെ ആദിവാസി മേഖലയുമായി ബന്ധിപ്പിക്കുന്ന കുമ്പിയർ കടവിൽ ഒരു പാലം വേണമെന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്. ഈ പാലം നിർമ്മിച്ചു നൽകും എന്ന പ്രതീക്ഷ പങ്കുവച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അമ്പൂരി നിവാസികളെ സ്ഥിരമായി കബളിപ്പിക്കുന്നത്. വള്ളത്തിലൂടെ അക്കരെ ഇക്കരെ പോകുന്ന ആദിവാസികൾക്ക് പലതവണ അപകടമരണങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ പാലം എന്ന ആവശ്യത്തിന് മുഖം തിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് വള്ളം മുങ്ങി 2 വിദ്യാർത്ഥികൾ മരിച്ചതിനെ തുടർന്ന് MP ഫണ്ടിൽ നിന്ന് പാലം നിർമ്മിക്കുമെന്ന് ശശി തരൂർ MP ഉറപ്പു നൽകിയിട്ടും കാര്യങ്ങൾ പുരോഗതിയുടെ പാതയിലല്ല എന്നാണ് അറിയുന്നത്. പാലം നിർമ്മിക്കാനായി സാധന സാമഗ്രികൾ ഇറക്കിയെങ്കിലും അവയെല്ലാം വെയിലും മഴയും കൊണ്ട് നശിച്ചതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. ഇവിടുത്തെ വർഷങ്ങളായിട്ടുള്ള ആൾക്കാർ ആഗ്രഹമുണ്ട് പാലം വരണമെന്ന് പറയും. ഒരിക്കൽ ഒരു നടപ്പാലത്തിന് തറക്കല്ലിട്ട് പോവുകയും പിന്നെ അതെന്താണെന്ന് ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തറക്കല്ലിട്ട് പോവുകയും പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ആയിട്ടില്ല. ഈ പാലമായിട്ട് ഈ അടുത്ത ഇളക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഒരു പയ്യനൂടെ കാരിക്കുടിയിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ രാത്രി വരുമ്പം വെള്ളം പോയി അറിഞ്ഞില്ല. പിന്നെ അവൻ നീന്തി വരികയും അങ്ങനെ മുങ്ങി മരിക്കുകയും ഈ അടുത്ത ദിവസമാണ് അത് സംഭവിച്ചത്. ഇതുപോലെയുള്ള നിരവധി മരണങ്ങൾ ഈ മേഖലയിൽ നടക്കാറുണ്ട്. ഇതിന് മുകളിൽ ചങ്ങാടക്കടവ് ഭാഗത്ത് സ്കൂളിൽ പോകുന്ന ഒരു കൊച്ച് ഇതുപോലൊരു
6-7 വർഷം മുമ്പ് ഇങ്ങനെ ചങ്ങാടം മറിഞ്ഞ് സ്കൂളിൽ പോയ സമയത്ത് അങ്ങനെ മരിക്കുകയുണ്ടായി. ഇതുപോലെ നിരന്തരം ഇങ്ങനെ ഇപ്പോൾ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ഇതിനെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യമാണ് പ്രശ്നം. കുമ്പിയർക്കടവിൽ പാലം വേണമെന്ന ആവശ്യത്തിന് 4 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. കേന്ദ്ര സംസ്ഥാന ട്രൈബൽ വിങ്ങും വനം വകുപ്പും തമ്മിലുള്ള തർക്കം മൂലമാണ് നാളിതുവരെയും പാലം നിർമ്മിക്കാൻ കഴിയാത്തത്. തെരഞ്ഞെടുപ്പ് വേളകളിൽ വിവിധ രാഷ്ട്രീയക്കാർ മോഹന വാഗ്ദാനങ്ങളുമായി കാടുകയറാറുണ്ടെങ്കിലും ഒന്നും പാലിക്കപ്പെടാറില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന നോട്ടീസ് 2004 തറക്കല്ലിട്ട കുമ്പിച്ച കടവിൽ തറക്കല്ലിട്ടതിൻ്റെ നോട്ടീസാണ് ഈ ഇരിക്കുന്നത്. ഈ നോട്ടീസ് ഇതിൻ്റെ ഒരു ശിലാസ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം സ്നേഹമുള്ള തമ്പാനി രവി ഉദ്ഘാടനം ചെയ്യും. അന്നത്തെ 2004 ശശികല ശിവശങ്കർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഇതിന് ഒരു പൊതുയോഗം വരെ നടത്തുകയുണ്ടായി. പക്ഷേ അന്ന് മെറ്റിലും മണലും കമ്പിയും ഇറക്കിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഈ മെറ്റിലും കമ്പിയും മണലും തിരിച്ച് എടുത്തുകൊണ്ട് പോയി. മെറ്റിൽ ഇന്നും ആ ദ്വീപിൽ കുമ്പിച്ചൽ ദ്വീപിൻ്റെ അവിടെ അവശേഷിക്കുന്നു. അപ്പം ആ ഒരു രീതിയായാണ് ഞങ്ങളെ ഇതുവരെയും വരുന്ന സർക്കാർ ചൂഷണം ചെയ്യുന്നത്. ഞാൻ അമ്പൂരി പഞ്ചായത്തിൻ്റെ 15-16 വർഷം കൊണ്ട് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്നത് ആദിവാസി മേഖലയാണ്. ആദിവാസി മേഖലയെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ആദിവാസികൾക്ക് വാരിയും കൊടുക്കുന്നെന്ന് പറയുന്നതല്ലാതെ ഒരു വികസനങ്ങളും കൊടുക്കണ്ട. അവർക്ക് ഈ ആഹാരം ഇക്കരെ വന്ന് വാങ്ങിച്ച് കഴിക്കാനുള്ളൊരു മാർഗം ഏത് ഗവൺമെൻറ് വന്നിട്ടും ഒരു കാരണവശാലും ഒരു നടപ്പാതയായിട്ട് ഒരു പാലമായിട്ട് ഒരു കാരണവശാലും ഒരു ഗവൺമെൻറ്റും കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ LDF വന്ന് അവർ കൊടുക്കുമെന്ന് അറിയില്ല. അവരുടെ ഏറ്റവും കൂടുതൽ ഈ തലസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരം തലസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗമാണ് ഈ തൊടുമല വാർഡെന്ന് പറയുന്നത്. എന്നാൽ ഈ ഏരിയ ഏത് ഗവൺമെൻറ് വന്നാലും ഒരു ശോഭനാവസ്ഥയിൽ തഴഞ്ഞിട്ടിക്കുന്ന ഒരു പട്ടിക്കാട് പോലെയാണ് ഈ 3-ാം വാർഡ്. കാലം ഏറെ കഴിഞ്ഞിട്ടും പാലം ഒരു മരുപ്പച്ച പോലെ അമ്പൂരിക്കാരുടെ പ്രതീക്ഷയുടെ പാതയിൽ നിൽക്കുകയാണ്. പുതിയ ഇടത് MLAയും സംസ്ഥാനത്ത് അധികാരത്തിൽ ഏറിയിരിക്കുന്ന ഇടതു സർക്കാരും അമ്പൂരിക്കാരുടെ മങ്ങിയ പ്രതീക്ഷയ്ക്ക് വീണ്ടും നിറം പകർന്നിരിക്കുകയാണ്. ആദിവാസി മേഖലയിൽ 1800-2000 കുടുംബങ്ങളുണ്ട്. ഇന്നും പള്ളിക്കൂടങ്ങൾ വരുന്നത് വള്ളങ്ങളിൽ തോന്നിയാണ്. മഴക്കാലങ്ങളിൽ കുട്ടികൾക്ക് പള്ളിക്കൂടങ്ങൾ ഹയർ സ്റ്റഡിക്ക് LP സ്കൂൾ പ്രവിമലയിലുണ്ട്. ഹയർ സ്റ്റഡിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല. അവർക്കൊരു പാലം അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ഗവൺമെൻറ് വന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് സംഭാവനയായി 5 വർഷത്തിനിടയിൽ ആ പാലം നിർമ്മിച്ച് കൊടുക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. പിന്നെ ആദിവാസികൾക്ക് കുടിവെള്ള പ്രശ്നമുണ്ട്, വീടുകളുടെ പ്രശ്നമുണ്ട്. വരുന്ന പണം പലപ്പോഴും ഇടത്തട്ടുകാർ കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. ആ ചൂഷണം അവസാനിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടൽ നടത്തും. അവിടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അവിടെയും ചില പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. വീട് നിർമ്മാണത്തിന് വേണ്ടി നേരിട്ട് ബ്ലോക്ക് സമിതികളെയോ പഞ്ചായത്ത് സമിതികളെയോ പ്രാദേശിക ഗവൺമെൻറ്റുകളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മേൽനോട്ടത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടികളും സ്വീകരിക്കാൻ ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ചെലുത്തും.